സബ്സ്ക്രൈബേഴ്സ് ക്വസ്റ്റ്യൻ പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമുക്കെങ്ങനെ MySQL ഡാറ്റാബേസിൽ നിന്നും ഒരു ഡാറ്റ റീഡ് ചെയ്ത് നമുക്കൊരു HTML വെബ് പേജിൽ നമുക്കെങ്ങനെ അത് ഡിസ്പ്ലേ ചെയ്യിക്കാമെന്നാണ്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ PHP ട്യൂട്ടോറിയലിന് താഴെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്ങനെ നമുക്ക് ഡാറ്റാബേസിൽ നിന്നും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാമെന്ന്. സോ ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് VS Code ഓപ്പൺ ചെയ്യാം. VS Code ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിവിടെ ഒരു index.php എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒരു HTML വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മളിവിടെ h1 read and display data from database എന്ന് നമ്മളൊരു ചെറിയ ഹെഡിങ് കൊടുക്കുന്നു. സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓൾറെഡി നമ്മുടെ സെർവർ ഇവിടെ റൺ ആവുന്നുണ്ട്. ലോക്കൽ ഹോസ്റ്റിൽ പോയി നമുക്ക് നമ്മുടെ വെബ് പേജ് ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ ലോക്കൽ ഹോസ്റ്റിൽ നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലായിരുന്നു പ്രൊജക്റ്റ്. സോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹെഡിങ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. റീഡ് ആൻഡ് ഡിസ്പ്ലേ ഡാറ്റ ഫ്രം ഡാറ്റാബേസ്. സോ അതിനുശേഷം നമുക്ക് PHP MyAdminൽ പോകാം. നമുക്ക് പുതിയൊരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഡാറ്റാബേസിൻ്റെ പേര് നമുക്ക് തൽക്കാലം ക്രിക്കറ്റ് എന്ന് കൊടുക്കാം. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ അതിൽ നമ്മൾ ഒരു ടേബിൾ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ പ്ലെയേഴ്സ് എന്ന് പറയുന്ന ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ നമ്പർ ഓഫ് കോളം നമ്മൾ തൽക്കാലം 1 കൊടുക്കാം, ക്രിയേറ്റ് ചെയ്യാം. സോ കോളത്തിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കുറച്ച് പ്ലെയേഴ്സിൻ്റെ പേര് എൻ്റർ ചെയ്യുന്നു. അത് നമുക്ക് നമ്മുടെ HTML പേജിൽ നമുക്ക് ലഭിക്കണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഡാറ്റ നമ്മുടെ HTML പേജിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം. സോ കോളം നെയിം നമ്മൾ ആദ്യം നെയിം എന്ന് കൊടുക്കാം. ടൈപ്പ് നമുക്ക് varchar 100 ക്രിയേറ്റ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേബിൾ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ ഇതിലോട്ട് നമുക്ക് 2 ഡാറ്റ തൽക്കാലം നമുക്ക് എൻ്റർ ചെയ്യാം. സോ ഇൻസെർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സച്ചിൻ ടെണ്ടുൽക്കർ അതുപോലെ മറ്റൊരു ഡാറ്റ കൂടി നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. സോ നമുക്കിവിടെ രാഹുൽ ദ്രാവിഡ് എന്ന് കൊടുക്കാം. തൽക്കാലം നമ്മളിപ്പോൾ ഈ 2 ഡാറ്റ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ പ്ലെയേഴ്സ് എന്ന് പറയുന്ന ടേബിളിൽ വന്നു കഴിഞ്ഞാൽ നെയിം എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ അതുപോലെ രാഹുൽ ദ്രാവിഡ് എന്ന് ലഭിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സെർവർ എന്ന് പറയുന്നത് ലോക്കൽ സെർവറാണ്, ലോക്കൽ ഹോസ്റ്റ് അല്ലെങ്കിൽ 127.0.0.1. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഡാറ്റാബേസുമായി നമ്മുടെ ഈ ഒരു HTML പേജിനെ കണക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മളതിന് PHP ആണ് ഉപയോഗിക്കുന്നത്. PHPയുടെ ട്യൂട്ടോറിയലിൻ്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ PHP ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ആദ്യം PHP ഇതുപോലെ ഓപ്പൺ ചെയ്യാം. സോ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു കണക്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഡാറ്റാബേസുമായി എങ്ങനെ കണക്ട് ചെയ്യാം. സോ നമ്മളിവിടെ ക്രിയേറ്റ് കണക്ഷൻ എന്ന് പറയുന്നൊരു കമൻറ്റ് കൊടുക്കുന്നു. ക്രിയേറ്റ് കണക്ഷൻ. സോ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് 4 വേരിയബിൾ നെയിം നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് നമ്മുടെ ഹോസ്റ്റ് ഏതാണ് നമ്മുടെ സെർവർ എന്ന് പറയുന്നത് ലോക്കൽ ഹോസ്റ്റ് ആയിരുന്നു, ലോക്കൽ ഹോസ്റ്റ്. അതുപോലെ രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ DB യൂസർ നെയിം ആണ്. സോ നമ്മളിവിടെ യൂസർ എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഡീഫാൾട്ട് ആയിട്ടുള്ള യൂസർ നെയിം ആണ്, അത് റൂട്ട് എന്നായിരിക്കും. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. സോ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്വേഡ് ആണ്. സോ നമ്മളിവിടെ പാസ് എന്ന് കൊടുക്കുന്നു. റൂട്ട് യൂസർ നെയിമിൻ്റെ പാസ്വേഡ് ബ്ലാങ്ക് ആയിരിക്കും. സോ നമുക്ക് അവിടെ എന്തെങ്കിലും പാസ്വേഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് PHP MyAdminൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെർവറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ യൂസർ അക്കൗണ്ട്സ് എന്നുണ്ടായിരിക്കും. ഇതിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് റൂട്ട് ലോക്കൽ ഹോസ്റ്റ് പാസ്വേഡ് നോ. നമ്മൾ തൽക്കാലം ഇപ്പോൾ ഡീഫാൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ് തന്നെ ഉപയോഗിക്കുന്നു. സോ നമ്മൾ വീണ്ടും VS Codeൽ തന്നെ വരുന്നു. സോ പാസ്വേഡ് നമ്മൾ ബ്ലാങ്ക് കൊടുക്കുന്നു. അതുപോലെ അതിനുശേഷം നമ്മുടെ നമ്മൾ DB എന്ന് കൊടുക്കുന്നു. DB നെയിം എന്തായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്? സോ DB നെയിം നമ്മുടെ ഡാറ്റാബേസ് നെയിം എന്ന് പറയുന്നത് ക്രിക്കറ്റ് എന്നായിരുന്നു. നമ്മളതിവിടെ ക്രിക്കറ്റ് എന്ന് കൊടുക്കുന്നു. ക്രിക്കറ്റ്. ഇത്രയും വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ വാല്യൂസും ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് MySQLi കണക്ട് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. MySQLi കണക്ട്. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ട ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഹോസ്റ്റ് കൊടുക്കാം. ഹോസ്റ്റ് നമ്മൾ ആ വേരിയബിൾ നെയിം മാത്രം ഇവിടെ കൊടുത്താൽ മതി. $സൈൻ ഉപയോഗിക്കുക ഹോസ്റ്റ്. അതിനുശേഷം കോമ കൊടുത്ത ശേഷം പിന്നെ നമുക്ക് യൂസറാണ്. സോ നമ്മൾ യൂസർ എന്ന് പറയുന്ന വേരിയബിളിലായിരുന്നു സ്റ്റോർ ചെയ്തിരുന്നത്, അത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ്. സോ നമ്മൾ പാസ്വേഡ് എന്ന് പറയുന്ന പാസ് എന്ന് പറയുന്ന വേരിയബിളിലായിരുന്നു, അതിവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ DB നെയിം നമ്മൾ സ്റ്റോർ ചെയ്തത് DB എന്ന് പറയുന്ന വേരിയബിളിലായിരുന്നു. സോ DB എന്നതുപോലെ കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക. ഇതിനെ നമുക്ക് കണക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വേരിയബിളിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. CONN കണക്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. സോ ഇനി നമുക്ക് ഈ കണക്ഷൻ കണക്റ്റഡ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ
നമ്മളിവിടെ ഇഫ് നോട്ട് നോ കണക്ഷൻ. സോ നമ്മളിവിടെ നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. നോ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് ഡൈ എന്ന് പറയുന്ന മെത്തേഡ്. സോ ഇതിൽ നമുക്ക് കണക്ഷൻ ഫെയിൽഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുക്കാം. കണക്ഷൻ ഫെയിൽഡ് എന്ന് കൊടുക്കാം. അതിനുശേഷം ഒരു ഡോട്ട് കൊടുത്ത ശേഷം നമുക്ക് MySQLi കണക്ട് എറർ എന്ന് പറയുന്ന MySQLi ആ ഒരു മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ കണക്ഷൻ എറർ നമുക്കതിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ കണക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു എറർ മെസ്സേജ് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മൾ എൽസിൽ നമുക്ക് ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. സോ എക്കോ കമാൻഡ് ഉപയോഗിച്ച് നമുക്കൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാം. കണക്റ്റഡ് സക്സസ്ഫുള്ളി. സോ ഇത്രയും കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയി നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി ഞാനിവിടെ DBയുടെ നെയിം നമ്മൾ ക്രിക്കറ്റിന് പകരമായി T ഒഴിവാക്കി സേവ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു എറർ എന്താണോ ആ ഒരു എറർ നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ വീണ്ടും അത് കറക്റ്റ് നെയിം തന്നെ കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് ലഭിക്കും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡാറ്റാബേസുമായി നമ്മുടെ വെബ് പേജിനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്യണം. അതിനുശേഷം അതിവിടെ ഡിസ്പ്ലേ ചെയ്യണം. ആ കാര്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്ന കോഡ് നമ്മുടെ ഡാറ്റ റീഡ് ചെയ്യുന്നതിനുള്ളതാണ്. സോ നമുക്കൊരു കമൻറ്റ് ചെയ്യാം. റീഡ് ഡാറ്റ ഫ്രം ഡാറ്റാബേസ്. ഓക്കെ, സോ ഇത് നമ്മൾ പുതിയൊരു ബ്ലോക്ക് PHP ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മളിവിടെ PHP ഇതിനുള്ളിൽ നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നതിനുള്ള കോഡ് കൊടുക്കുകയാണ്. ആദ്യമായി നമ്മുടെ ക്വറിയാണ്, SQL ക്വറിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാം നമ്മളൊരു ഡാറ്റ റീഡ് ചെയ്യുന്നതിന് നമുക്ക് സെലക്ട് എന്ന് പറയുന്ന ആ ഒരു കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. SQL എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് നമ്മുടെ ആ ഒരു SQL ക്വറി സ്റ്റോർ ചെയ്യുന്നു. സോ നമുക്കിവിടെ സെലക്ട് നമുക്ക് ഓൾ ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാം. സെലക്ട് സ്റ്റാർ ഫ്രം നമ്മുടെ ഡാറ്റാബേസ് നെയിം എന്തായിരുന്നു? നമ്മുടെ ടേബിൾ നെയിം എന്തായിരുന്നു? പ്ലെയേഴ്സ് എന്നായിരുന്നു. നമ്മളിവിടെ പ്ലെയേഴ്സ് എന്ന് കൊടുക്കുന്നു. നമ്മളിപ്പോൾ ക്വറി ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമുക്ക് MySQLi ക്വറി എന്ന് പറയുന്ന മെത്തേഡിലാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്. സോ നമ്മളിവിടെ MySQLi ക്വറി ഈ മെത്തേഡിനുള്ളിൽ നമുക്ക് കൊടുക്കേണ്ടത് ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ കണക്ഷനാണ്. സോ നമ്മൾ കണക്ഷൻ വേരിയബിൾ, സോ നമ്മുടെ ഡാറ്റാബേസ് ഡീറ്റെയിൽസ് നമ്മളുടെ കണക്ഷൻ, അതിനുശേഷം നമ്മുടെ ക്വറി SQL ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. സോ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് നമുക്കിതിനെ സ്റ്റോർ ചെയ്യാം. സോ ഇനി നമുക്ക് അടുത്ത അവസാനത്തെ പാർട്ടിലോട്ട് പോകാം. നമുക്കതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കാം. സോ നമ്മളിവിടെ കമൻറ്റിൽ ഡിസ്പ്ലേ ഡാറ്റ എന്ന് കൊടുക്കുന്നു. ഡിസ്പ്ലേ ഡാറ്റ. സോ നമ്മൾ മറ്റൊരു ബ്ലോക്ക് കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. PHPയുടെ മറ്റൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മളൊരു വൈൽ ലൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വൈലിനുള്ളിൽ നമ്മൾ റോ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടേബിളിലുള്ള റോസിനെയാണ് നമ്മൾ റോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിവിടെ MySQLi അസോക്ക് അല്ലെങ്കിൽ ഫെച്ച് അസോസിയേറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ കോൾ ചെയ്യുന്നു. സോ ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റ അറേ ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. സോ ഇതിനുള്ളിൽ നമ്മൾ പാസ് ചെയ്യേണ്ടത് ആ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. ശേഷം നമ്മൾ വൈൽ ലൂപ്പിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് തൽക്കാലം നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്യാം. സോ ഇത്രയും ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. സോ ഓപ്പൺ ചെയ്ത ശേഷം ക്ലോസ് ചെയ്യുന്ന ഭാഗം നമ്മൾ മറ്റൊരു ബ്ലോക്കിൽ ക്രിയേറ്റ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന ഭാഗം നമുക്ക് മറ്റൊരു ബ്ലോക്കിൽ നമുക്കിതുപോലെ ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിൻ്റെ നമ്മുടെ ആ ക്ലോസിങ് കർലി ബ്രാക്കറ്റ്, അതുപോലെ നമുക്ക് അവസാനമായി ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ കണക്ഷൻ ക്ലോസ് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് MySQLi ക്ലോസ് എന്ന് പറയുന്ന MySQLi ക്ലോസ് എന്ന് പറയുന്ന മെത്തേഡാണ്. ക്ലോസ് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വൈൽ ലൂപ്പ് ഓപ്പൺ ആക്കി. സോ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്കൊരു അറേ ലഭിക്കുന്നതായിരിക്കും. റോ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലായിരിക്കും അറേ ഉണ്ടായിരിക്കുക. അതിനുശേഷം നമ്മൾ മറ്റൊരു ബ്ലോക്കിൽ നമുക്കിതിവിടെ PHP നമ്മൾ ക്ലോസ് ചെയ്തു. ഇതിനിടയിൽ നമുക്ക് നമ്മുടെ HTML കോഡ് എഴുതാൻ സാധിക്കും. സോ ഞാനിവിടെ ഒരു H2 എന്ന് പറയുന്ന ഒരു ടാഗ് ഓപ്പൺ ചെയ്യുന്നു. H2 എന്ന് പറയുന്ന ടാഗിനുള്ളിലാണ് നമ്മൾ ഇത് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. സോ H2വിനുള്ളിൽ നമ്മൾ മറ്റൊരു PHP ഇതുപോലെ ഓപ്പൺ ചെയ്യുന്നു. മറ്റൊരു PHP ബ്ലോക്ക് ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് വൈൽ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ വൈൽ ലൂപ്പ് റൺ ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള ഓരോ റോയും നമുക്ക് ഇതുപോലെ ഓരോ H2 എലമെൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ റോ എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കുക, റോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു
സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്ത ശേഷം എന്താണോ നമ്മുടെ ആ ഒരു ഡാറ്റാബേസിൽ നമ്മൾ കോളത്തിൻ്റെ പേര് കൊടുത്തിരുന്നത്. സോ നമുക്ക് നമ്മുടെ MyAdmin ഓപ്പൺ ചെയ്യാം, PHP MyAdmin. സോ പ്ലെയേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ നെയിം എന്നായിരുന്നു കൊടുത്തിരുന്നത്. ആ ഒരു സംഭവം കോളം നെയിം നമ്മളിവിടെ നെയിം എന്ന് കൊടുക്കാം. നെയിം എന്ന് കൊടുത്ത ശേഷം നമ്മളൊരു സെമി കോളൻ കൊടുക്കുക. സെമി കോളൻ കൊടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോകാം, റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഒരു എറർ വന്നിട്ടുണ്ട്. സോ നമുക്ക് ചെക്ക് ചെയ്യാം. ലൈൻ നമ്പർ 49-ലാണ് എറർ വന്നിട്ടുള്ളത്. സോ 49-ൽ വന്നിട്ടുള്ള എറർ എന്ന് പറയുന്നത് നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണക്ഷൻ വേരിയബിൾ നെയിം ഇവിടെ കൊടുക്കാൻ മറക്കരുത്. MySQL ക്ലോസ് കണക്ഷൻ. അതുപോലെ നമ്മളിവിടെ PHP echo എന്ന് പറയുന്ന കമാൻഡ് കൂടി ഇവിടെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് പ്രിൻ്റ് ആവുകയുള്ളൂ. സോ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അവിടെ എൻ്റർ ചെയ്തിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ് എന്ന് പറയുന്ന 2 വാല്യൂസ് നമുക്കിവിടെ ആ ഒരു ഡാറ്റ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഉദാഹരണമായി ഞാനവിടെ നമ്മുടെ ടേബിളിൽ പോയതിന് ശേഷം നമ്മൾ SQL പോകുന്നു. സോ ഒരു ഡാറ്റ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഉദാഹരണമായി ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം വെയർ നെയിം ഈക്വൽ ടു സച്ചിൻ ടെണ്ടുൽക്കർ. നമ്മളൊരു ഡാറ്റ നമ്മളിതുപോലെ ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ ഈ ഒരു ക്വറി റൺ ചെയ്യുന്നു. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡാറ്റ ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, 0 day affected സച്ചിൻ ടെണ്ടുൽക്കർ. സോ നമ്മുടെ ടേബിളിൽ പോകാം. നെയിം സച്ചിൻ KATET. ഓക്കെ, നമുക്കിത് തൽക്കാലം ഈ ഒരു പേരിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ആവാത്തത്. സോ നമുക്ക് വീണ്ടും SQL പോകാം. സോ ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യാം. വെയർ നെയിം ഈക്വൽ ടു നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് വാല്യൂ ഇവിടെ കൊടുക്കുന്നു. സോ നമ്മൾ അതിനുശേഷം നമ്മളിത് റൺ ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റോ ഇവിടുന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും. 1 row affected. സോ നമ്മൾ ഇനി ഇവിടെ പോയതിന് ശേഷം റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സച്ചിൻ്റെ ഡാറ്റ ഇവിടുന്ന് പോകുന്നതായിരിക്കും. സോ ഇനി നമുക്ക് കുറച്ച് ഡാറ്റ ആഡ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഇൻസേർട്ടിൽ പോകുന്നു. സോ ഞാൻ വീണ്ടും ഇവിടെ MS ധോണി എന്ന് കൊടുക്കുന്നു. MS ധോണി നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ MS ധോണി വരുന്നതായിരിക്കും. സോ നമുക്ക് ഒന്നുകൂടി ഇൻസേർട്ട് ചെയ്യാം. ഒരു 2 വാല്യൂ കൂടി നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമ്മളിവിടെ സച്ചിൻ ടെണ്ടുൽക്കർ, അതുപോലെ നമുക്ക് വീരേന്ദർ സെവാഗ്. അതിനുശേഷം നമുക്ക് ഗോയിൽ ക്ലിക്ക് ചെയ്യാം. ഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 വാല്യൂ ഇപ്പോൾ 2 rows affected എന്ന് കാണിച്ചു. സോ നമുക്ക് വെബ് പേജിൽ വരാം. നമുക്ക് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ 2 വാല്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് MySQL ഡാറ്റാബേസിൽ നിന്നുള്ള ഡാറ്റ റീഡ് ചെയ്ത് നമ്മുടെ HTML പേജിൽ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. നിങ്ങൾക്കിതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.